ഷാരിയൻ കാനിയിൽ നിന്നും കോൾസായ് ലേക്കിലോട്ടുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. മഞ്ഞു പുതച്ച കോൾസായ് മലനിരകൾ അടുത്തടുത്തായി വന്നു തുടങ്ങി. ജൽനാഷ് എന്നൊരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. 700ഓളം ആളുകൾ വസിക്കുന്ന ഒരു ഗ്രാമമാണിത്. ബ്ലാക്ക് കാനിയൻ്റെയും കോൾസായ് ലേക്കിൻ്റെയും ഇടയിലുള്ള ഗ്രാമമായതിനാൽ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. ഇതിനെയാണ് യോട്ട് എന്ന് വിളിക്കുന്നത്. നാടോടി പാരമ്പര്യത്തിൻ്റെ പ്രതീകമായ കസാക്ക് യോട്ടുകൾ നൂറ്റാണ്ടുകളായി കസാക്ക് സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. വളരെ ചെലവ് കുറഞ്ഞതും പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ കൂടാരങ്ങളെയാണ് യോട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇത് ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഉള്ള രീതിയിലാണ് പണി കഴിപ്പിക്കുന്നത്. മലമുകളിലോട്ട് നോക്കിയാൽ കുതിരകൾ മേഞ്ഞു നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. കസാക്കിസ്ഥാൻ്റെ ഉൾനാടുകളിൽ എവിടേക്ക് തിരിഞ്ഞാലും ഇതുപോലെ സ്വതന്ത്രമായി മേഞ്ഞടക്കുന്ന കുതിരകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 5500 വർഷം മുമ്പ് സെൻട്രൽ ഏഷ്യയിലെ കസാക്കിസ്ഥാൻ വംശജരായ നാടോടികളായ ബോട്ടായി ഗോത്രക്കാരാണ് കുതിരകളെ ആദ്യമായി ഇണക്കി വളർത്തിയിട്ടുള്ളത്. നാടോടികളായിരുന്ന അവർ കുതിരകളെ സവാരിക്കായും പാലിനായും മാംസത്തിനായും ഒക്കെ ഉപയോഗിച്ചു പോന്നു. അതിപ്പോൾ പുതിയ കാലഘട്ടത്തിലും തുടർന്നു പോവുകയാണ്. നമ്മുടെ നാട്ടിൽ പശുക്കൾ ഉള്ളതുപോലെയാണ് കസാക്കിസ്ഥാനിൽ കുതിരകളുള്ളത്. വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിലോട്ട് നമ്മൾ കയറി. സാത്തി എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. നമ്മൾ പോകുന്ന കോൾസായി തടാകം ഈ ഗ്രാമത്തിലാണ്. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ 2023 മികച്ച ടൂറിസം വില്ലേജായി സാത്തിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പച്ച നിറത്തിലുള്ള കുന്നിൻ ചെരിവുകൾ, അതിൻ്റെ താഴ്വാരത്തായി ഷിലിക് നദി പരന്നൊഴുകുന്നു. മലകളുടെ അവിടെ ഇവിടെയായി എല്ലാം കുതിരകൾ മേഞ്ഞു നടക്കുന്നു. കണ്ണിന് വളരെ കുളിർമയാകുന്ന ഒരു കാഴ്ചയാണിത്. കിർഗിസ്ഥാനോട് ഏറ്റവും അടുത്തുള്ള ഗ്രാമമാണ് സാത്തി. കസാക്കിസ്ഥാനെയും കിർഗിസ്ഥാനെയും ഈ ഭാഗത്ത് വേർതിരിക്കുന്നത് ഈ മലനിരകളാണ്. ചെറുതായി മഴ പൊടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ എല്ലാം ധാരാളം യോട്ട് ഹൗസുകളും കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ കോൾസായ് ലേക്കിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഉള്ള പാർക്കിംഗ് ഏരിയയിൽ കുറേ യുവാക്കൾ കാറുമായി അഭ്യാസം നടത്തുന്നു. അകലെയായി കാണുന്നതാണ് കോൾസായ് ലേക്ക്. മലഞ്ചെരുവിലായിട്ട് ഇവിടെ ധാരാളം കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടങ്ങൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ നിന്ന് നടന്നു വേണം താഴെ ലേക്കിലെത്താൻ. വേണമെന്നുണ്ടെങ്കിൽ കുതിരപ്പുറത്തും നമുക്ക് ഇവിടെ താഴോട്ട് പോകാൻ പറ്റുന്നതാണ്. ഏകദേശം 6000 ടെങ്കയാണ് ഒരു കുതിരയ്ക്ക് ഇവർ ചാർജ് ചെയ്യുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ കുതിരസവാരി നടത്തുന്നുണ്ട്. പഴയ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുള്ള ഇതുപോലത്തെ മിലിറ്ററി മോഡൽ വാനിലും ഇവർ താഴേക്ക് ട്രിപ്പ് നടത്തുന്നുണ്ട്. 50 ടെങ്ക മാത്രമേ ആവുന്നുള്ളൂ ഇതിന്. അതായത് ഒരാൾക്ക് 25 രൂപയ്ക്ക് താഴെ മാത്രമേ ആവുന്നുള്ളൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് വെറും മലയിടുക്ക് മാത്രമായിരുന്നു. ശക്തമായ ഒരു ഭൂകമ്പത്തിൽ ഇവിടെയുള്ള മലകൾ ഇടിഞ്ഞ് താഴേക്ക് വരികയും പ്രകൃതിദത്തമായ ഒരു ഡാം രൂപപ്പെടുകയും നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുകയുമായിരുന്നു. താഴെ പൈൻ മരങ്ങൾ മാത്രമായിട്ടുള്ള ഒരു മലയുമുണ്ട്. വേണമെങ്കിൽ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ ബോട്ടിങ്ങും നടത്താൻ പറ്റും. യുനെസ്കോ ഈ പാർക്കിനെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല നീല നിറത്തിലുള്ള ജലാശയമാണ് ഈ തടാകത്തിലുള്ളത്. നേരത്തെയുള്ള ചാറ്റൽ മഴ ഇപ്പോൾ ശക്തി വെച്ച് നല്ലൊരു മഴയായി തുടങ്ങിയിരിക്കുകയാണ്. നല്ല തണുപ്പും അതിൻ്റെ കൂടെ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ അധിക സമയം ഇവിടെ നിൽക്കാൻ സാധിച്ചില്ല. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ വേറെ ഒരു തടാകമുണ്ട്. കൈൻഡി ലേക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്.
അതും സാത്തി എന്ന ഈ ഗ്രാമത്തിൽ തന്നെയാണ്. കസാക്കിസ്ഥാനിലെ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു നാച്ചുറൽ വണ്ടർ കൂടിയാണ് ഈ കൈൻഡി ലേക്ക്. ഇതും കോൾസായ് ലേക്ക് പോലെ 1911 ഭൂകമ്പത്തിൽ ഉണ്ടായി വന്ന ഒരു തടാകമാണ്. അന്നുണ്ടായിരുന്ന മരത്തിൻ്റെ കൊമ്പുകൾ ഇപ്പോഴും അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ പ്രദേശം അതുകൊണ്ട് മുങ്ങിപ്പോയ വനം എന്ന് വിളിക്കപ്പെടുന്നു. ചുണ്ണാമ്പ് കല്ല് നിക്ഷേപത്താൽ വെള്ളത്തിന് നീല കലർന്നൊരു പച്ച നിറമാണ് ഉള്ളത്. തണുത്ത വെള്ളമായതിനാൽ ഇതിലെ ആൽഗകളും മറ്റ് ജലസസ്യങ്ങളും ഈ മരക്കൊമ്പുകളെ നാച്ചുറലായിട്ട് സംരക്ഷിച്ച് നിർത്തുകയാണ്. ദൂരം നല്ല കൂടുതലാണെങ്കിലും ഇതിൻ്റെ ഒന്നും മടുപ്പ് നമുക്ക് തീരെ അനുഭവിക്കാത്ത ഒരു യാത്രയാണ് കസാക്കിസ്ഥാനിലെ അൽമാട്ടിയിൽ നിന്നും കോൾസായിലേക്കുള്ള ഈ ഒരു യാത്ര. വിജനതയിലൂടെയുള്ള ഈ സഞ്ചാരം നമുക്ക് വളരെയധികം ഉന്മേഷം തരുന്നതാണ്. കസാക്കിസ്ഥാനിൽ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഇത്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി അൽമാട്ടി ലക്ഷ്യമാക്കി നീങ്ങി.